പ്രിയപ്പെട്ടവർ, സമയം താമസിച്ചുകൊണ്ട് ആമുഖങ്ങളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സെമിനാറാണ്, ഒരു വിഷയമാണ് നിങ്ങളുടെ മുന്നിൽ കേൾക്കാൻ പോകുന്നത്. മുസ്ലിം വ്യക്തി നിയമവും ലിംഗസമത്വവും. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി നമുക്ക് തോന്നുക മുസ്ലിം സമുദായത്തിൽ മാത്രമേ ലിംഗസമത്വത്തിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വ്യക്തി നിയമത്തിൻ്റെ പ്രശ്നമോ ഉള്ളതെന്നല്ല. എല്ലാ മതങ്ങളും ജനവിരുദ്ധമാണ്. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞ മതങ്ങളെല്ലാം സ്വാഭാവികമായും സ്ത്രീയെ അംഗീകരിക്കുകയോ സ്ത്രീയെ ഒരു ജീവിയായി, ഒരു സഹജീവിയായി അംഗീകരിക്കുന്ന ഒരു ചരിത്രവും ഒരു പാരമ്പര്യവും ഒരു സിദ്ധാന്തവും ഒരു മതങ്ങളിലുമില്ല എന്നുള്ളത് സത്യമാണ്. അത് സ്ത്രീയെ ഒരു തുല്യ പൗരയാണ് എന്ന ബോധം ലോകത്തിലുണ്ടാകുന്ന നേരത്തെ റെനൈസാൻസിന് ശേഷമാണ്. അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള ഒട്ടേറെ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങളും ജനാധിപത്യ സമരങ്ങളും സാമൂഹ്യ വിപ്ലവങ്ങളും ഒക്കെ തന്നെയാണ് സ്ത്രീക്ക് ഒരു പൗരത്വം അല്ലെങ്കിൽ തുല്യത എന്ന് പറയുന്ന കാഴ്ചപ്പാടിലേക്ക്, ഒരു കോൺസെപ്റ്റിലേക്ക് തന്നെ വളർന്നു വന്നത്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ച് അവരിപ്പോഴും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് കരകയറിയിട്ടില്ലാത്ത ഒരു സമൂഹമാണ് എന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അതിൽ തലേക്കെട്ടുകാർ വന്ന് പറയുന്ന വിവരക്കേടുകളും ആ ശുംഭത്തരങ്ങളും അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധമായിട്ടുള്ള നിലപാടുകളും കേൾക്കുമ്പോൾ നമുക്കറിയാം ഇസ്ലാം എന്നും 6-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു പോന്നിട്ടില്ല എന്ന്. ഞാൻ 3-4 പുസ്തകങ്ങളുടെ പേരെന്ന് പറയാം. ഒന്ന്, ഐ ആം നുജൂദ് ഏജ് 10 ആൻഡ് ഡിവോഴ്സ്ഡ്, നുജൂദ് അലിയുടെയും ഇൻ ദ നെയിം ഓഫ് ഓണർ മുഖ്താർ മായി, ഐ ആം മലാല യൂസഫ് സായി, അതുപോലെ നാദിയ മുറാദ് വാസി താഹ, അതുപോലെ അയാൻ ഹിർസി അലിയുടെ ഇൻഫിഡൽ, നോമാഡ്, കേജ്ഡ് വെർജിൻ തുടങ്ങിയ കൃതികൾ. ഇതുപോലെ ധാരാളം കൃതികളെന്ന് ഇംഗ്ലീഷിലുണ്ട്. ആ കൃതികളൊക്കെ നിങ്ങൾ വായിക്കുമ്പോൾ ഇസ്ലാം ഇപ്പോഴും 2025 ഇസ്ലാം ആ പ്രാകൃത ഗോത്ര സംസ്കാരങ്ങളിൽ നിന്ന് മോചിതരായിട്ടില്ല എന്ന് വ്യക്തമാണ്. അയാൻ ഹിർസി അലി വളരെ കൃത്യമായി പറയുന്ന ഒരു വാക്കുണ്ട്, ഇസ്ലാം എന്നല്ല അവർ പറയുന്നത്, സെക്സ്ലാം എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല അവരുടെ ഭാഷ നമുക്ക് വളരെ രൂക്ഷമായിട്ട് ഇസ്ലാമിന് വളരെ പ്രധാനം എന്ന് പറയുന്നത് അവർക്ക് സെക്ഷൽ എന്താണ് വളരെ പ്രധാനപ്പെട്ട അവർ പറയുന്ന ഒരു കാര്യം, ഇസ്ലാമിന് യോനിയാണ് പ്രധാനം, അല്ലാതെ അവർക്ക് വ്യക്തിയല്ല പ്രധാനം എന്ന് പറയുന്നുണ്ട്. ഞാനീ പറയുന്ന കൃതികളൊക്കെ മലയാളത്തിൽ, പല കൃതികളും മലയാളത്തിൽ ലഭ്യമാണ്. ഈ കൃതികൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായി നാം ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഇസ്ലാമിൻ്റെ ചരിത്രം മറ്റ് മതങ്ങൾ കുറച്ചൊക്കെയെങ്കിലും റിഫർമേറ്റീവ് ആകാൻ, പരിഷ്കൃതരാകാൻ സ്വയം ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇന്ന് സംഘപരിവാരവും ഇസ്ലാമിക പരിവാരവും ഒരേ രീതിയിൽ പ്രാകൃത കാലത്തേക്ക് തിരിഞ്ഞു പോകുന്നത് മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച വലിയൊരു രാഷ്ട്രീയ പ്രശ്നമെന്ന് പറയുന്നത് സംഘപരിവാരത്തിൻ്റെ വിജയത്തിന് വേണ്ടി ഇസ്ലാമിക തീവ്രവാദത്തെ ഉപയോഗിക്കുന്ന പരസ്പര പൂരകമായ രാഷ്ട്രീയ പ്രക്രിയ കൂടി ഈ മതങ്ങളുടെ പിന്നിലും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഉസ്താദുമാരുടെയും സന്യാസിമാരുടെയും രാഷ്ട്രീയത്തിൽ കലർന്നിട്ടുണ്ട് എന്നുള്ളതുകൂടെ മനസ്സിലാക്കുകയും അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്രമാത്രം ഭീഷണിയായിരിക്കുന്നു എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. ഇന്ത്യയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട, ഭരണഘടനാ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട, ഭരണഘടനാ തത്വങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ കൃത്യമായ ഒരു വ്യക്തി നിരാസത്തിൻ്റെ അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യ നിരാസത്തിൻ്റെ ഒരു വിഷയമാണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്ന വ്യക്തി നിയമവും അല്ലെങ്കിൽ അവരുടെ ലിംഗസമത്വം എന്ന വിഷയം. ഈ വിഷയം പറയാൻ എന്തുകൊണ്ട് യോഗ്യനായിട്ടുള്ള കഴിവുള്ള ആളാണ് സുക്കൂർ വക്കീൽ എന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നമുക്കതിനുവേണ്ടി ലഭിച്ചു എന്ന് പറയുന്നതും, വക്കീൽ സാരിക്ക മേഖലയിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വളരെ കൃത്യമായും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പരിശോധിക്കാൻ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അദ്ദേഹം നടത്തിയ ഇടപെടൽ നിങ്ങൾക്ക് അറിയാമെന്നതുകൊണ്ട് സമയപരിമിതമായതുകൊണ്ടും ഈ വിഷയം പറയാൻ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള അഡ്വക്കേറ്റ് സി ഷുക്കൂറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരണീയരായവരെ, നട്ടുച്ച സമയമാണ്. രാവിലെ മുതലേ എല്ലാവരും പ്രസംഗം കേട്ട് ക്ഷീണരായിട്ടാണുള്ളത്. ഇത്രയും ഗഹനമായ ഒരു വിഷയം ഈ എല്ലാവരുടെയും വിശപ്പ് കൂടിയ സമയത്ത് എത്രമാത്രം അനുയോജ്യമാണെന്ന് എനിക്കറിയില്ല. ഇന്ന് അനിൽകുമാർ സാറാണ് ഈ പ്രോഗ്രാം എന്നോട് ആദ്യമായിട്ട് പറയുന്നത്. മാർച്ച് 9 നോമ്പാണെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചിരുന്നില്ല ഈ പറഞ്ഞ സമയത്ത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം നിങ്ങളോട് സംസാരിക്കാൻ അവസരം തന്നതിന് ഇതിൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. കലാനാഥൻ സാറിനെ പോലുള്ള ഒരാളുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷകരമായൊരു കാര്യമാണ്. ഞാനൊരു എയ്ത്തിസ്റ്റോ യുക്തിവാദിയോ ഒന്നുമല്ല. എന്നാലും കേരളീയ സമൂഹത്തിൽ യുക്തിവാദ പ്രസ്ഥാനവും
മതനീരാസമുള്ളവരുമൊക്കെ ഉണ്ടാക്കുന്ന പരിവർത്തനങ്ങൾ വളരെ ആശയോടെ പ്രതീക്ഷയോടെ കാണുന്ന ഒരാളാണ്. ഒരുപക്ഷെ യുക്തിവാദി പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ നമ്മളിന്ന് കാണുന്നതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് കേരളം പോകുമായിരുന്നു. നവോത്ഥാനത്തിൻ്റെ ഒരു മൂവ്മെൻറ്റിന് ശേഷം ക്രമേണ കേരളീയ സമൂഹം പിന്തിരിപ്പന്മാരും ഏറ്റവും മോശപ്പെട്ട സാമൂഹ്യ ബോധമുള്ളവരുമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്. പൂജയുടെ പേരിലും ജിന്നിൻ്റെ പേരിലൊക്കെ മനുഷ്യനെ കൊല്ലാൻ നമുക്ക് ഒരു മടിയുമില്ല. നരബലിക്ക് നമുക്ക് മടിയില്ല. ജാതകത്തിൻ്റെ പേരിൽ കാമുകനെ വിഷം കൊടുത്ത് കൊല്ലുന്നതിന് ഒരു മടിയും ഇല്ലാത്ത പെൺകുട്ടികൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ ഈ എല്ലാ രീതിയിലും നവോത്ഥാന ശ്രീനാരായണ ഗുരുവൊക്കെ ഉണ്ടാക്കിയ വിപ്ലവത്തിന് ഉണ്ടായ തുടർച്ച എവിടെയോ നമുക്ക് നഷ്ടം വരികയും വീണ്ടും നമ്മുടെ ദുരാചാരങ്ങളിലേക്കും പിന്തിരിപ്പൻ ആശയങ്ങളിലേക്കും ജ്യോത്സ്യന്മാരുടെ വാക്കുകളിലേക്കും വിശ്വസിച്ചു പോകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുകയാണ്. അപ്പം അതിനിടയിൽ യുക്തിവാദി പ്രസ്ഥാനങ്ങളും യുക്തിവാദി പ്രവർത്തകരൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ ചലനങ്ങൾ വലിയ രാഷ്ട്രീയ പാർട്ടികളും നവോത്ഥാനത്തിൻ്റെ പിന്തുടർച്ചക്കാരായ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ നടത്തേണ്ട ദൗത്യം നിർഭാഗ്യവശാൽ വോട്ട് ബാങ്കിനെ ഭയന്ന് അവരുപേക്ഷിക്കുകയും അത് യുക്തിവാദി പ്രസ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. എല്ലാ യുക്തിവാദി പ്രസ്ഥാനങ്ങളും അങ്ങനെയല്ല. ചിലരെങ്കിലും മറ്റു രീതിയിലും അതിനെ കാണുന്ന ചില ഈ വർദ്ധിച്ചു വരുന്ന ഭൂരിപക്ഷ വർഗീയതയെ നമ്മൾ കാണാതെ കേവലം യുക്തിവാദവും പറയുന്നതും ശരിയല്ല എന്നതൊരു അഭിപ്രായം വ്യക്തിപരമായി എനിക്കുണ്ട്. എങ്കിലും കേരളീയ സമൂഹത്തിൽ യുക്തിവാദി പ്രസ്ഥാനങ്ങൾ നൽകുന്ന ഒരാശ പ്രതീക്ഷ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇസ്ലാം കേരളത്തിലേക്ക് കടന്നു വരുന്നത് കൊടുങ്ങല്ലൂർ വഴി AD 7-ാം നൂറ്റാണ്ടിലാണ്. ആ സമയത്ത് തന്നെ AD 629 മറ്റും ആദ്യത്തെ പള്ളി അവിടെ സ്ഥാപിക്കുന്നുണ്ട്. എന്തായാലും അതുമുതൽ ഇന്ത്യയിൽ ഇസ്ലാം മത വിശ്വാസികളുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഇസ്ലാം മത വിശ്വാസികൾ പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയയിൽ നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഇസ്ലാം വന്ന രീതി നമുക്കറിയാം. കച്ചവടം വഴിയാണ് വന്നത്. വലിയ യുദ്ധം ഉണ്ടായിരുന്നില്ല, നിർബന്ധം ഉണ്ടായിരുന്നില്ല. കച്ചവടക്കാരായി വന്ന അറബികളിൽ നിന്ന് തദ്ദേശീയരായ ഭരണാധികാരികളുമായി ചേർന്ന് ഇസ്ലാം ഒരു സ്നേഹരൂപത്തിൽ തന്നെയാണ് ഇവിടെ വന്നത്. 937 ശരിയത്ത് അപ്ലിക്കേഷൻ ആക്ട് വരുന്നതിന് മുമ്പ് വരെ പ്രാദേശികമായ നിയമങ്ങളായിരുന്നു മുസ്ലിം പിന്തുടർച്ചാ അവകാശമായി നിലവിലുണ്ടായിരുന്നത്. ക്രമേണ സൗദി അറേബ്യയിൽ നിന്നും പുറപ്പെട്ട സലഫി മൂവ്മെൻറ്റ് അതിൻ്റെ ഒരു വേവ് കേരളത്തിൽ എത്തുകയും കേരളത്തിൽ ഉണ്ടായിരുന്ന പാരമ്പര്യ മുസ്ലിങ്ങളിൽ കേരളത്തിലെ ചുറ്റുപാടുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ നായന്മാർക്കിടയിലുണ്ടായിരുന്ന മരുമക്കത്തായമൊക്കെ മുസ്ലിങ്ങൾക്കിടയിലുണ്ടായിരുന്നു. മാപ്പിള മരുമക്കത്തായം ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം തന്നെ മലബാറിലുണ്ടായിരുന്നു. ബ്രിട്ടീഷ് മദ്രാസ് സർക്കാരിൻ്റെ കീഴിലുണ്ടായിരുന്ന കേരളത്തിലുണ്ടായിരുന്നു. ഇപ്പോഴും സുപ്രീം കോടതിയിലെ ഹൈക്കോടതിയിലേക്ക് ചില വിധിന്യായങ്ങൾ ഇപ്പോഴും മാപ്പിള മരുമക്കത്തായം ആക്ട് റെഫർ ചെയ്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ 937 ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള ഇന്ത്യയിലാകെ മുസ്ലിം പേഴ്സണൽ ലോ ആക്ട്, മുസ്ലിം വ്യക്തി നിയമം നടപ്പാക്കാൻ തീരുമാനിക്കുന്നതോടുകൂടിയാണ് അതുവരെ മുസ്ലിം സ്ത്രീകൾക്കുണ്ടായിരുന്ന അവകാശങ്ങൾ ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നത്. ഞാൻ ഈ മാപ്പിള മരുമക്കത്തായം ആക്ട് അതിൽ മരുമക്കൾക്കാണ് പ്രാധാന്യം. ഈ വീട്ടിൽ മുതിർന്ന ആണുങ്ങളില്ല എങ്കിൽ സ്ത്രീകൾ കാരണവത്തിമാർ ആ തറവാടിൻ്റെ ഹെഡാകുന്ന രീതി ഉണ്ടായിരുന്നു. നമ്മളിപ്പം മലബാറിലെ ഒരു മുസ്ലിം രാജ കുടുംബമുണ്ട്. കണ്ണൂർ അറക്കലിൽ മുസ്ലിം സ്ത്രീകളാണ് രാജ്ഞിമാരായി വരുന്നത്. അതൊന്നും ഈ സലഫി മൂവ്മെൻറ്റ് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന ചരിത്രപരമായ ഒരു വളർച്ചയാണ്. പ്രാദേശികമായി മുസ്ലിം ഏകനായ അള്ളാഹുവിലും പ്രവാചകരിലും വിശ്വസിച്ച ഒരു ജനവിഭാഗത്തെയാണ് നമ്മൾ മുസ്ലിങ്ങളെന്ന് പറയുന്നത്. 5 ഇസ്ലാം കാര്യങ്ങളും 6 ഈമാൻ കാര്യങ്ങളും വിശ്വസിക്കുന്നവരെയാണ് മുസ്ലിങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനപരമായ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് പ്രാദേശികമായി വരുന്ന ഓരോ പ്രദേശത്ത് അനുയോജ്യമായ രീതിയിൽ
ആ ഇസ്ലാം പരിവർത്തനപ്പെട്ടതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് കേരളത്തിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അതുണ്ട്. അതുകൊണ്ടാണ് റസിയ സുൽത്താനെ പോലുള്ള വനിതാ നേതാക്കളൊക്കെ വരുന്നത്. എന്നാൽ സലഫിസ്റ്റ് മൂവ്മെൻറ്റ് ശക്തമായി വന്നതോട് കൂടിയിട്ട് മുസ്ലിം സ്ത്രീകളെ പൊതുധാരണയിൽ നിന്ന് പൂർണ്ണമായും മാറ്റപ്പെടുന്ന രീതി കേരളത്തിലേക്കും വന്നു. അത് 1937 ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് വരുന്നതോടുകൂടി ഇന്ത്യയിലെ നിലവിലുള്ള പിന്തുടർച്ചാ അവകാശങ്ങളിലും അത് ശക്തമായി അത് നിലവിൽ വരികയാണ്. ഈ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ സ്വയം കൊണ്ടുവന്നൊരു സംഗതിയൊന്നുമല്ല. അതിൻ്റെ ആ ചരിത്ര പശ്ചാത്തലമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സമയത്തുണ്ടായിരുന്ന രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിം സ്ത്രീകൾക്ക് പൂർണ്ണമായും സ്വത്ത് നിഷേധിക്കപ്പെടുന്ന ചില സാഹചര്യം ഉണ്ടായിരുന്നു. കേരളം പോലുള്ള സ്ഥലങ്ങളിൽ മുസ്ലിം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നെങ്കിൽ ബംഗാളിൽ പോലുള്ള പ്രദേശങ്ങളിൽ പ്രാദേശിക നിയമത്തിൻ്റെ പേരിൽ മുസ്ലിം സ്ത്രീകൾക്ക് പൂർണ്ണമായും സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പം ചിലർക്ക് അവകാശങ്ങൾ ലഭിക്കണമെന്ന ഒരു താല്പര്യപ്രകാരം പൂർണ്ണമായും അവകാശം ഇല്ലാതൊരു ഘട്ടത്തിൽ ശരീഅത്ത് പ്രകാരം മുസ്ലിം സ്ത്രീകൾക്ക് കിട്ടുന്ന അവകാശം വേണമെന്ന രീതിയിൽ മുസ്ലിം പ്രമാണിമാർ ബ്രിട്ടീഷുകാർക്ക് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് വരുന്നത്. സാധാരണ നമ്മൾ ഏത് നിയമം പരിശോധിച്ച് നോക്കുമ്പോഴും നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ആ നിയമം എന്താണെന്നതിൽ പറയും, ആ ഫാക്ട്സ്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സെക്ഷനായിട്ട് വകുപ്പായിട്ട് ചേർക്കുക ആ നിയമത്തിൽ പറയുന്ന വാക്കുകളുടെ നിർവചനങ്ങളാണ്. ഡെഫിനിഷൻ ക്ലോസ് എന്നാണ് പറയാം. നിർഭാഗ്യവശാൽ ഈ മുസ്ലിം പേഴ്സണൽ ലോ ആക്ട് ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമത്തിൽ അത് 7 സെക്ഷനുള്ള ഒരു ചെറിയ നിയമമാണ്. നിങ്ങൾ ഗൂഗിൾ അടിച്ചാൽ നമുക്ക് എല്ലാവർക്കും കിട്ടും. അതിൽ എന്താണ് മുസ്ലിം എന്നോ എന്താണ് ശരീഅത്ത് എന്നോ പറയുന്നില്ല. ഇപ്പോൾ ഈ മുസ്ലിം എന്ന വാക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിലും അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ മുസ്ലിങ്ങളെന്ന് പറയുന്നത്. ഈ മുസ്ലിങ്ങളെന്ന് പറയുന്ന ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാലും മുസ്ലിങ്ങൾ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. ഏറ്റവും ലോകത്ത് വളരെ ബ്രോഡായി നിൽക്കുന്ന 2 വിഭാഗം സുന്നികളും ഷിയാക്കളുമാണ്. ഇപ്പം ഷിയ മുസ്ലിങ്ങൾ ഇന്ത്യയിലുമുണ്ട്. ഷിയ വഖഫ് ബോർഡ് പോലും ഇന്ത്യയിലുണ്ട്. അവരിപ്പോൾ BJPയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വിഭാഗമാണ്. വേറൊരു വിഭാഗം സുന്നി മുസ്ലിങ്ങളാണ്. ഈ സുന്നി മുസ്ലിങ്ങളെ തന്നെ ബ്രോഡ് അർത്ഥത്തിൽ നമ്മൾ സുന്നി മുസ്ലിങ്ങൾ എടുത്താൽ പോലും ഈ സുന്നികളിൽ തന്നെ പ്രബലമായ 4 സ്കൂളുകളാണുള്ളത്: ഷാഫി, അനഫി, അംബലി, മാലിക്. ഈ ഓരോ സെക്റ്റിലും വ്യത്യസ്തമായ രീതികളിലാണ് ശരീഅത്ത് എന്ന് പറയുന്നതിൻ്റെ കാഴ്ചപ്പാട്. ഇപ്പം ഈ വിവാഹത്തിൻ്റെ രീതികളിൽ, വിവാഹമോചനത്തിൽ, ഈ ഭാര്യമാർക്ക് ചെലവ് കൊടുക്കുന്ന കാര്യത്തിൽ, ഇതിലെല്ലാത്തിലും ഷാഫിയിലും അനഫിയും അംബലിയും മാലിക്കൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ്. അപ്പം ഒരു ഏകശലാ രൂപമുള്ള ഒരു ഇസ്ലാം ലോകത്തൊരു സ്ഥലത്തുമില്ല. ഓരോ സ്ഥലത്തും പണ്ഡിതന്മാർ അവർക്ക് തോന്നുന്ന വ്യാഖ്യാനം നൽകുന്ന രീതിയിലാണ് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീഅത്ത് എന്താണെന്ന് ആ നിയമത്തിൽ പറയാത്ത കാലത്തോളം എന്താണ് ശരീഅത്ത് എന്നത് അതാത് കാലങ്ങളിലുള്ള ജഡ്ജിമാർക്ക് തോന്നുന്ന വ്യാഖ്യാനങ്ങൾ കൊണ്ടാണ് വരുന്നത്. അതിന് പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്തത് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദ് ലോ എന്ന് പറയുന്ന നമ്മുടെ മുല്ലയുടെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് കോടതികൾ വ്യാഖ്യാനം. ബ്രിട്ടീഷ് കോടതി മുതൽ അതിനുശേഷം പ്രിവി കൗൺസിൽ പോലും അതിനുശേഷമുള്ള സുപ്രീം കോടതിയും ഹൈക്കോടതികളിലൊക്കെ മുഹമ്മദ് ലോൻ്റെ വ്യാഖ്യാനം വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദ് ലോ എന്ന് പറയുന്ന മുല്ലയുടെ പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതേ ഖുർആനും ഹദീസുകളും ഇജ്മാ ഖിയാസ് ഈ 4 സോഴ്സിനെ ആശ്രയിച്ചാണ് അദ്ദേഹം ആ പുസ്തകത്തെ നിർദ്ധാരണം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ വരുന്ന ഈ നമ്മൾ കോടതികളിൽ ഇന്ന് അഡോപ്റ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദ് ലോ ബേസ് ചെയ്ത് നിയമം എത്രമേൽ സ്ത്രീവിരുദ്ധമാണ് എന്നതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് മുസ്ലിങ്ങൾക്ക് ബാധകമായി എന്ന് പറയുന്ന ആ നിയമത്തിൽ പറയുന്ന കാര്യങ്ങൾ: 1 മാരേജ്, ഡൈവോഴ്സ്, മെയിൻ്റനൻസ്, അഡോപ്ഷൻ ആൻഡ് ഇൻഹെറിറ്റൻസ്. വിവാഹം, വിവാഹമോചനം, ദത്ത്, അനന്തരാവകാശം, ജീവനാംശം. ഈ 5 കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്ത്യയിലെ മുസ്ലിമിന് ബാധകമാകുക എന്നത് ആ നിയമപ്രകാരം ശരീഅത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു ശരീഅത്ത് എന്താണെന്ന് ഡിഫൈൻ ആ ആക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഓരോ വിഭാഗത്തിൽപ്പെടുന്ന, ഇപ്പോൾ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീ ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട് അവർ ഫാമിലി കോർട്ട് ആക്ട് പ്രകാരം ഫാമിലി കോർട്ടിൽ 3 വർഷത്തെ ലിമിറ്റേഷൻ ആക്ട് നിലവിലുള്ളതുകൊണ്ട് 3 വർഷം മുമ്പത്തെ ചെലവിന് അവർക്ക് ആവശ്യപ്പെടാൻ അർഹതയുണ്ട്. അങ്ങനെ ചെലവിന് ആവശ്യപ്പെടും. എൻ്റെ ഭർത്താവ് ഇന്നിപ്പോൾ 2025 മാർച്ച് 3
3 വർഷം നമ്മൾ പുറകോട്ട് പോയാൽ 2021 മാർച്ച് മുതൽ 8-ാം തീയതി മുതൽ 22, 23, 24, 25, അപ്പോൾ 2022 മുതൽ 25 വരെയുള്ള ഈ 36 മാസത്തെ ചെലവ് ഒരു സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് ആവശ്യപ്പെടാൻ പറ്റും. അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് വക്കീലന്മാർ പ്ലീഡിങ്സിൽ പ്രധാനമായി എഴുതേണ്ട ഒരു വാചകം, ആ ഭാര്യയും ഭർത്താവും സുന്നിയിൽ മുസ്ലിമിൽ ഷാഫി സെക്റ്റിൽപ്പെട്ടവരാണ് എന്ന് പ്ലീഡിങ്സിൽ ഉണ്ടായിരിക്കണം. ഷാഫി സെക്റ്റിൽപ്പെട്ടവർക്ക് മാത്രമേ ഈ പൂർവ്വകാല ചെലവിന് അർഹതയുള്ളൂ. അനഫി സെക്റ്റിൽപ്പെട്ട ഒരു സ്ത്രീക്ക് അവരുടെ ഭർത്താവിൽ നിന്ന് പൂർവ്വകാല ചെലവ് ലഭിക്കാൻ അർഹതയില്ല. ഇതാണ് നാട്ടിൽ നിലവിലുള്ള ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് പ്രകാരം ഒരു മുസ്ലിം സ്ത്രീ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹഡിൽസ്. ഭർത്താവ് പറയാണ്, ഇപ്പോൾ കാസർഗോഡ് ഉപ്പള പോലത്തെ പ്രദേശം, കാഞ്ഞങ്ങാട് പ്രദേശത്ത്, കാസർഗോട്ടെ മഞ്ചേശ്വരത്ത് ഉപ്പള പോലത്തെ സ്ഥലങ്ങളിലൊക്കെ അനഫി മുസ്ലിങ്ങളുണ്ട്. പാലക്കാട് ഭാഗത്തുണ്ട്, അതുപോലെ തന്നെ കർണാടകയുടെ തമിഴ്നാടോട് ചേർന്നുള്ള കന്യാകുമാരി ഭാഗത്തൊക്കെ അനഫി മുസ്ലിങ്ങളുണ്ട്, പത്തനംതിട്ട ഭാഗത്തുണ്ട്. അപ്പോൾ ഈ മുസ്ലിങ്ങൾ അവർ എടുക്കുന്നൊരു ഭർത്താക്കന്മാർ എടുക്കുന്ന ഒരു കോടതിയിൽ ഡിഫൻസ് എടുക്കുന്നത്, ഞങ്ങൾ അനഫി മുസ്ലിങ്ങളാണ്, അനഫി മുസ്ലിങ്ങൾക്ക് ഈ സ്ത്രീക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യതയില്ല. ഇത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം കേരള ഹൈക്കോടതിയിൽ പല ഘട്ടങ്ങളിൽ ഇത് സംബന്ധമായ ഒരുപാട് വിധിന്യായങ്ങളുണ്ട്. ആ വിധിന്യായങ്ങളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ പൊതുവെ എടുക്കുന്ന ഒരു തീരുമാനം കേരളത്തിലെ മുസ്ലിങ്ങളെല്ലാം സുന്നികളെ കണക്കാക്കണം എന്നാണ്. അപ്പോൾ സുന്നികൾ ആണോ ഈ സുന്നികളിൽ ഷാഫി മദ്ഹബിൽപ്പെട്ടവരായി കണക്കാക്കണം എന്നാണ്. ഇങ്ങനെ ഇത് വ്യക്തതയിൽ ഈ നിയമം എത്രമേൽ അവ്യക്തവും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണെന്ന് മനസ്സിലാക്കും. സാധാരണഗതിയിൽ ഒരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കുന്നത് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. ഒരു അവ്യക്തത ഉണ്ടാകാൻ പാടില്ല. മനുഷ്യൻ്റെ പ്രശ്നങ്ങളുമായി കോടതിക്ക് മുമ്പാകെ പോകുന്ന സമയത്ത് അതിൽ ഒരു കൃത്യമായ സൊല്യൂഷൻ മനുഷ്യന് ലഭിക്കാൻ വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത്. ഈ ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട് ചെലവിന് ലഭിക്കാൻ പോകുന്ന സ്ത്രീകൾക്ക് ചെലവിന് ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. ആ ഭർത്താവ് ഞങ്ങൾ അനഫി മദ്ഹബിൽപ്പെട്ടവരാണെന്നൊരു പ്ലീഡിങ് കോടതിയിൽ കൊടുത്താൽ മതി. പിന്നെ ഷാഫി ആണെന്ന് തെളിയിക്കേണ്ട ബാധ്യത ഭാര്യയിലേക്ക് വരികയാണ്. ഇങ്ങനെ ഒരുപാട് കേസുകൾ കേരളത്തിൽ, ഇപ്പോൾ കാഞ്ഞങ്ങാടൊക്കെ ഇങ്ങനെ സ്ഥിരം ആൾക്കാർ പറയും, ഞങ്ങൾ കാസർഗോഡ് കോടതിയിലാണ് ഞാൻ സ്ഥിരമായി പോകുന്നത്, അവിടെയൊക്കെ ഭർത്താക്കന്മാർ അവസരം കിട്ടും പറയും ഞങ്ങൾ അനഫി മദ്ഹബിൽപ്പെട്ടവരാണ്. പിന്നെ ഈ മദ്ഹബ് അനഫിയാണോ ഷാഫിയാണോ ഇതെങ്ങനെയാണ് തീരുമാനിക്കുക? വൈകുന്നേരം അസർ ബാങ്ക് കൊടുക്കുന്ന സമയം അനുസരിച്ചിട്ടാണ് ഞങ്ങളൊക്കെ തീരുമാനിക്കുക അനഫി പള്ളിയാണോ ഷാഫി പള്ളിയാണോ എന്ന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ ഒരിക്കലും നമ്മളെ ഭരണകർത്താക്കൾ അഡ്രസ്സ് ചെയ്യാനേ തയ്യാറാകുന്നില്ല. ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകളുടെ ജനസംഖ്യ എന്ന് പറയുന്നത് 9 കോടിയും 10 കോടിക്ക് അടുത്താണ്. ഈ 10 കോടി വരുന്ന ജനങ്ങളുടെ വളരെ ദയനീയമായി ഇപ്പം ചെലവിന് ഇപ്പം ഷൈനി എന്ന് പറയുന്ന ഒരു നേഴ്സ്, അവർ 2 മക്കളും കോട്ടയത്ത് ഏറ്റുമാനൂർ ട്രെയിനിന് നേരെ നടന്നു പോയിട്ട് ആത്മഹത്യ ചെയ്തത് നമ്മൾ 3 ദിവസം മുമ്പാണ്. നമ്മുടെ നാട്ടിലൊക്കെ ആത്മഹത്യ വക്കലെത്തി നിൽക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. അപ്പാർട്ട് ഫ്രം ദർ റിലീജിയൻ ആൻഡ് കാസ്റ്റ്, ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ടു പോയി, ഭർത്താക്കന്മാർ നോക്കാതെ, അവരുടെ നല്ല കാലത്തൊരു ജോലി ചെയ്യാൻ സമ്മതിക്കാതെ, കൃത്യമായി പഠിക്കാൻ അനുവദിക്കാതെ, ജോലി സമ്പാദിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അടച്ചുകൊണ്ട് സാഡിസ്റ്റുകളെ പോലെ പെരുമാറുന്ന നിരവധി ആണുങ്ങളുടെ കൂട്ടായ്മ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഫാമിലി കോർട്ടിൽ നിങ്ങൾ രാവിലെ ഒരു 11 മണി 11:15 കേരളത്തിലെ ഫാമിലി കോടതിയുടെ വരാന്തകളിൽ പോയി നോക്കിയാൽ ചെലവിന് ലഭിക്കാതെ ഉപേക്ഷിക്കപ്പെട്ടു പോയ അമ്മമാരുടെ കരച്ചിൽ നിങ്ങൾക്ക് അവിടെ കേൾക്കാം. 10, 12, 13, 14 വയസ്സിലെ കുട്ടികൾ അവർ സ്കൂളിൽ പോകേണ്ടവരാണ്. അവർക്ക് ഭക്ഷണം കൊടുക്കണം. എങ്ങനെയാണ് സ്ത്രീകൾ ചെയ്യുക? സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അവിടെ വേറെ പെൺകുട്ടികളുണ്ടാവും വിവാഹം കഴിക്കാൻ പ്രായമായവർ. എന്നാൽ നമ്മുടെ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ് നമ്മുടെ സ്ത്രീകൾക്ക് സ്വന്തം തൊഴിൽ നേടാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ല. അപ്പോഴൊക്കെ നമ്മൾ കുടുംബത്തിൻ്റെ മഹിമ പറയും, തറവാടിൻ്റെ മഹത്വം പറയും. ഈ വീട്ടിൽ ആരും സ്ത്രീകൾ ജോലി ചെയ്ത് ജീവിക്കേണ്ട വീടല്ല എന്ന് പ്രഖ്യാപിക്കും. ഇങ്ങനെയുള്ള ഷൈനിമാർ മുസ്ലിം സമുദായത്തിൽ ഗണ്യമായി ഉണ്ട്. അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ ഭരണകൂടമോ നിയമനിർമ്മാണങ്ങളോ തയ്യാറാകുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ ശരീഅത്ത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന ദുരന്തങ്ങളിൽ ഒന്നാണത്. ഇവിടെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിവാഹമോചനം, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ശരീഅത്ത് പ്രകാരം ഒരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും വിവാഹപ്രായം എന്ന് പറയുന്നത് ബുലൂഗാകുക എന്നുള്ളതാണ്.
ബുലൂഗ് എന്ന് പറയുന്ന അറബി വാക്കിൻ്റെ അർത്ഥം പ്യൂബർട്ടി അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക് 10 വയസ്സ് 12 വയസ്സൊക്കെ ആകുന്ന സമയത്ത് അവരുടെ പീരീഡ്സ് തുടങ്ങുകയാണ്. പീരീഡ്സ് തുടങ്ങിയാൽ ബയോളജിക്കലായി ഗർഭം ധരിക്കാൻ അവർ പൂർത്തിയായി എന്നാണ് മുസ്ലിം പണ്ഡിതന്മാരുടെ വിശ്വാസം. അങ്ങനെ ബുലൂഗായ പെൺകുട്ടിയും ബുലൂഗായ ആൺകുട്ടികൾ മിക്കവാറും 15ഉം 16ഉം വയസ്സായി കണക്കാക്കുന്നത്. അവർക്ക് വിവാഹപ്രായമായി എന്നാണ് മുസ്ലിം ക്ലർജിമാരും ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും വീക്ഷണം. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് മുല്ലയുടെ പ്രിൻസിപ്പിൾസ് ഓഫ് മുഹമ്മദൻ ലോവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ശൈശവ വിവാഹ നിരോധന നിയമം ഇന്ദിരാഗാന്ധിയാണ് നടപ്പാക്കുന്നത്. അതിനുശേഷം വ്യത്യസ്തമായ രീതിയിൽ ഗവൺമെൻറ്റുകൾ ഭേദഗതി വന്നു. ചുരുങ്ങിയ പെൺകുട്ടിയുടെ വിവാഹപ്രായം 18ഉം ആൺകുട്ടിയുടെ 20ഉമായി നമ്മൾ നിശ്ചയിച്ചു. നമ്മുടെ പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. അതിനെതിരെ വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തി. സമസ്ത സുപ്രീം കോടതിയിൽ കേസ് നൽകുമെന്നൊക്കെ പറഞ്ഞു. ഭാഗ്യവശാൽ മുസ്ലിം സമുദായത്തിലെ മഹാഭൂരിപക്ഷ രക്ഷിതാക്കളും ആ തീരുമാനത്തോടൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ പലയിടങ്ങളിലും ഇപ്പോഴും 17ഉം 18ഉം വയസ്സ് പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനമായി നടന്ന 2 ആത്മഹത്യകൾ, ഒന്ന് തളിപ്പറമ്പിലൊരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട പെൺകുട്ടി മരിക്കുകയുണ്ടായി 20 വയസ്സിൽ. അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഒരു പെൺകുട്ടി മരിക്കുകയുണ്ടായി. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ആത്മഹത്യ ചെയ്തത് 19ാമത്തെ വയസ്സിലാണ്. അപ്പോഴും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളൊരു നിയമം എന്ന നിലയിൽ 18 വയസ്സ് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. വിവാഹപ്രായത്തിൻ്റെ കാര്യത്തിൽ ശരീഅത്ത് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്ക് അപ്രസക്തമായ കാര്യമായി മാറി. ശരീഅത്ത് വാനിഷ് ചെയ്യപ്പെട്ടു. ഒരാൾക്കും ഒരു പ്രക്ഷോഭം നടത്താൻ അവർക്ക് ധൈര്യമില്ല. വിവാഹമോചനത്തിൻ്റെ കാര്യത്തിലും വിവാഹത്തിൻ്റെ കാര്യത്തിൽ ശരീഅത്ത് പ്രകാരം എല്ലാവർക്കും കോമൺ സിവിൽ കോഡ് അംഗീകരിച്ച 2 സംസ്ഥാനത്തെ നിയമപ്രകാരവും നിക്കാഹ് വഴി വിവാഹബന്ധം ഹലാലാക്കാം. അതിൽ നമുക്ക് ആർക്കും എതിർപ്പില്ല. അതൊരു ആചാരം എന്ന രീതിയിൽ അനുവർത്തിക്കുന്നവരുണ്ട്. ഈ നിക്കാഹിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പെൺകുട്ടിയുടെ കൺസെൻ്റാണ്. കൺസെൻ്റ് ഇല്ല എങ്കിൽ ആ പെൺകുട്ടിയെ നിക്കാഹ് കഴിച്ചു കൊടുത്ത് നിലവിലുള്ള നിയമം അനുസരിച്ച് നടക്കില്ല. രക്ഷിതാവിന് വിവാഹം കഴിച്ചു കൊടുക്കുക. ആ വിവാഹം ആ പെൺകുട്ടിക്ക് ദുർബലപ്പെടുത്താനുള്ള അവകാശം നിയമം നൽകുന്നുണ്ട്. ഇനി വിവാഹമോചനത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ജനറൽ ലോ മുസ്ലിങ്ങൾക്കും ബാധകമായി എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് മറ്റ് സമുദായത്തിലെ സ്ത്രീകളെപ്പോലെ പുരുഷന്മാരെ പോലെ 21 വയസ്സ് 18 വയസ്സും ആകേണ്ടതുണ്ട്. വിവാഹമോചനത്തിൻ്റെ കാര്യത്തിൽ ഷമീമറ കേസ് 2012 സുപ്രീം കോടതിയിലെ ഷമീമറ എന്ന് പറയുന്ന സുപ്രധാനപ്പെട്ട ഒരു വിധിന്യായം പറയുന്നുണ്ട്. തലാഖുമായി ബന്ധപ്പെട്ട കേസാണ്. നേരത്തെ മുഹമ്മദ് അഹമ്മദ് ഖാൻ ഷബാനുബീൻ കേസിൽ പറഞ്ഞതുപോലെ അത് 85-ലാണെങ്കിൽ 2012 സമാനമായ ഒരു കേസിൽ ഭാര്യ ചെലവിന് ചോദിച്ച സമയത്ത് ഭർത്താവ് പറഞ്ഞാൽ അവരെ തലാഖ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷമീമറ കേസിൽ സുപ്രീം കോടതി പരിശോധിച്ചത് തലാഖ് ചൊല്ലുന്നതിൻ്റെ മുമ്പ് പാലിക്കേണ്ട നിബന്ധനകൾ ഇതിൽ പാലിച്ചിട്ടുണ്ടോ. ഖുർആൻ്റെയും പ്രവാചകചര്യയുടെയും പണ്ഡിതന്മാരുടെയും വീക്ഷണപ്രകാരം സുപ്രീം കോടതി വ്യാഖ്യാനം, പണ്ഡിതന്മാർ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടില്ല. സുപ്രീം കോടതി പറയുന്നത് വിവാഹമോചനത്തിന് മുമ്പ് ആ 2 കുടുംബങ്ങളിലെ മുതിർന്നവരും ബന്ധപ്പെട്ടവരും കൂടിയാലോചന നടത്തിയിട്ടുണ്ടോ. എല്ലാ സ്റ്റെപ്സും 2-3 പ്രാവശ്യം അവർ കൂടിയാലോചന നടത്തി ഒരു തരത്തിലും വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന ഘട്ടം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് തലാഖ് ചെല്ലാൻ കഴിയൂ. അങ്ങനെ ചൊല്ലിയ തലാഖ് മാത്രമേ അംഗീകരിക്കാൻ കഴിയൂന്ന് ഷമീമറ കേസിൽ സുപ്രീം കോടതി സ്റ്റാൻഡ് എടുത്തു. അത് പ്രകാരം അങ്ങനെ ആദ്യത്തെ തലാഖ് ചൊല്ലി 1 മാസം കഴിഞ്ഞ് 2ാമത്തെ തലാഖ് ചൊല്ലി പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് 3ാമത്തെ തലാഖ്. അങ്ങനെയാണ് വിവാഹമോചനം പൂർത്തീകരിക്കാൻ ഇന്ന് ഇന്ത്യയിൽ നിയമപരമായി സാധ്യമാവുള്ളൂ. അതിന് വിഭിന്നമായ രീതിയിൽ വല്ലവരും തലാഖ് ചൊല്ലിയാൽ ആ തലാഖ് ദുർബലപ്പെടുത്താൻ ഫാമിലി കോടതികൾക്ക് അധികാരമുണ്ട്. അങ്ങനെ നമ്മുടെ ഫാമിലി കോർട്ടുകൾ തലാഖുകൾ ദുർബലപ്പെടുത്തിയ സാഹചര്യമുണ്ട്. ഇവിടെ മുത്തലാഖ് എന്ന് പറയുന്ന പ്രശ്നം ഇങ്ങനെയാണ്. പിന്നെയാണ് മുത്തലാഖ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഇൻസ്റ്റേനിയസ് തലാഖുൽ ബിദ്ദ എന്ന അറബി ടേമാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 3 തലാഖും ചൊല്ലി എന്ന് പറഞ്ഞാൽ ആ തലാഖ് നിലനിൽക്കുമോ? മുസ്ലിം സ്ത്രീയുടെ വിവാഹ സംരക്ഷണ നിയമം 2019 പ്രകാരം അതിലെ സെക്ഷൻ 3 എന്താണ് മുത്തലാഖ് എന്ന് പറയുന്നത്. അതിൽ സെക്ഷൻ 4 അങ്ങനെ തലാഖ് ചൊല്ലപ്പെട്ടാൽ ആ തലാഖ് നിയമവിരുദ്ധമാണ്, അത് വിവാഹമോചനമാകില്ല എന്ന് മാത്രമല്ല
അങ്ങനെ തലാക്ക് ചൊല്ലിയ ഭർത്താവിനെ 3 വർഷം തടവിന് ശിക്ഷിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമുണ്ട്. അപ്പം വിവാഹമോചനത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റു സമുദായങ്ങളെ പോലെ തന്നെ സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്ന സാഹചര്യം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും വന്നു. അതിന് അപ്പുറം കുറച്ചുകൂടി ലിബറലായിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ഡിക്ലെയർ ചെയ്യാൻ, പ്രഖ്യാപിക്കാനുള്ള അവകാശവും കേരള ഹൈക്കോടതി എക്സ് വേഴ്സസ് വൈ എന്ന കേസിൽ 2019 ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖിൻ്റെ വിധിന്യായത്തിലൂടെ ലഭിക്കുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട മാഗ്ന കാർട്ട എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയിലെ, കേരളത്തിലെ മുസ്ലിം സ്ത്രീകളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു വിധിന്യായം എന്നാണ് എന്നെപ്പോലുള്ള കോടതിയിൽ പോകുന്നവർക്ക് ആ വിധിന്യായത്തെ തോന്നിയത്. പലപ്പോഴും വിവാഹമോചനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് 1973 കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മൊയ്തുവിൻ്റെ ഒരു വിധിന്യായ പ്രകാരം എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് മുസ്ലിം സ്ത്രീകൾക്ക് അംഗീകരിച്ചിരുന്നില്ല. എന്താ എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ്? 1937 ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് നിലവിൽ വരുന്നതോട് കൂടിയിട്ട് മുസ്ലിം സ്ത്രീകളുടെയും മുസ്ലിം പുരുഷന്മാരുടെ വിവാഹമോചനവും ശരീഅത്ത് അടിസ്ഥാനിച്ച് ഉണ്ടാവുക. എന്നാൽ ഈ 37 ശരീഅത്ത് എന്താണെന്ന് വിശദീകരിക്കാത്തത് കൊണ്ട് തന്നെ ശരീഅത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ, ഞാൻ നേരത്തെ പറഞ്ഞ ഷാഫി, ഹനഫി, അംബലി, മാലിക്, അതുപോലെ ഷിയ വ്യത്യസ്ത വിഭാഗങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ഹനഫി മദ്ഹബിൽപ്പെട്ട സ്ത്രീകൾക്ക് ഭർത്താവിനെ ഉപേക്ഷിക്കാൻ അവരുടെ പണ്ഡിതന്മാർ സമ്മതിച്ചിരുന്നില്ല. അത് മറികടക്കാൻ 19 ബ്രിട്ടീഷുകാർ മുസ്ലിം സ്ത്രീകളുടെ നിവേദനത്തിന് അടിസ്ഥാനപ്പെടുത്തി ഡെസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട്, മുസ്ലിം വിവാഹമോചന നിയമം എന്ന പേരിൽ ഒരു നിയമം കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ നിയമം 1939 നിലവിൽ വന്നതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾക്ക് കോടതി വഴി മാത്രമേ വിവാഹമോചനം സാധ്യമാകൂ എന്ന് 1973 കേരള ഹൈക്കോടതി പ്രഖ്യാപിക്കുകയുണ്ടായി. അതിനു മുമ്പ് ഫസ്ക് വഴി വിവാഹമോചനം സാധുവായിരുന്നു. എന്നാൽ ഫസ്ക് വഴിയുള്ള വിവാഹമോചനം ശരീഅത്ത് ഈ 1939 ഡെസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജ് ആക്ട് നിലവിൽ വന്നതുകൊണ്ട് തന്നെ സാധുതയില്ല എന്ന് പറഞ്ഞ് കേരള ഹൈക്കോടതി വിധിന്യായം പുറപ്പെടുവിച്ചതോടുകൂടി മുസ്ലിം സ്ത്രീകൾക്ക് ഫസ്ക് വഴിയും കുല വഴിയും വിവാഹമോചനം സാധ്യമല്ലാത്തൊരു സാഹചര്യം വന്നു. ഇത് മറികടക്കുന്നത് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് വളരെ വിശദമായി ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലവിലുള്ള വിവാഹമോചന രീതികൾ പരിശോധിച്ചു. മൊറോക്കോ, ഇറാൻ, ഇറാഖ്, സൗദി അറേബ്യ, എനിക്ക് തോന്നുന്നു 17ഓളം മുസ്ലിം രാജ്യങ്ങളിലെ വിവാഹമോചന രീതി പരിശോധിച്ചിട്ട് ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾക്കും ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് എക്സ്ട്രാ ജുഡീഷ്യൽ ഡൈവോഴ്സ് അനുവദിക്കാൻ കഴിയുമെന്നും അതിന് കുല എന്ന രീതി ഉപയോഗിക്കാമെന്നും ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് വിധിന്യായം പുറപ്പെടുവിച്ചതോടുകൂടി കേരളത്തിലെ മഹല്ലുകൾ പരിശോധിച്ചാൽ 100 കണക്കിന് വിവാഹമോചനങ്ങൾ ഓരോ ജില്ലയിൽ നടന്നു കഴിഞ്ഞു 2019 ശേഷം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം മുസ്ലിങ്ങൾക്ക് വരുന്നത്? മുസ്ലിം പുരുഷന്മാർക്ക് വളരെ ഈസിയായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷമീമറ കേസിൻ്റെ വിധിന്യായത്തിന് മുമ്പ് തലാഖ് എന്ന് പറഞ്ഞാൽ ഭാര്യയുമായുള്ള എല്ലാ ബന്ധം യൂണിലാറ്ററൽ ഏകപക്ഷീയമായ പ്രഖ്യാപനമായിരുന്നു തലാഖ്. യൂണിലാറ്ററൽ പ്രൊനൗൺസ്മെൻറ്റ്, ഏകപക്ഷീയം, ഞാൻ നിന്നെ ഒഴിവാക്കി എന്ന് ഞാൻ പരസ്യമായി 2 സാക്ഷികളുടെ മുമ്പാകെ പറഞ്ഞാൽ തലാഖായി. ഇത് വലിയ മനുഷ്യാവകാശ പ്രശ്നമാണ്. വിവാഹം എന്ന് പറയുന്നത് ഒരു കരാറാണ്, മുസ്ലിം നിയമപ്രകാരം ഒരു കരാറാണ്. ആ കരാറ് ആ സ്ത്രീ അവരുടെ അവസാനം വരെ ജീവിക്കാമെന്നാണ്, അവരോടൊപ്പം ജീവിക്കാം, അവർക്കുണ്ടാകുന്ന മക്കളെ സംരക്ഷിക്കാമെന്നാണ്. എന്നാൽ ഏകപക്ഷീയമായി അവർ പോലും അറിയാതെ വിദൂരമായ ഒരു സ്ഥലത്ത് 2 സാക്ഷികൾ മുമ്പാകെ നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു, നിങ്ങളെ ഞാൻ തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ വിവാഹമോചനം ആകുമെന്ന ഘട്ടം വന്നപ്പോൾ വലിയ തോതിലുള്ള പ്രതിസന്ധി മുസ്ലിം സമുദായത്തിൽ കടന്നു വന്നു. ഇഷ്ടം പോലെ തലാഖ്, അബദ്ധത്തിൽ അങ്ങനെ തലാഖ് പറഞ്ഞാൽ, ദേഷ്യത്തിൽ തലാഖ് പറഞ്ഞാൽ ആ സ്ത്രീയെ രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ ആ സ്ത്രീ മറ്റൊരാളുടെ ഭാര്യയായി ഇയാളെ തലാഖ് ചൊല്ലി 3 മാസം ഇദ്ദ പീരീഡ് ഉണ്ട്, കൂളിംഗ്, അവരുടെ ഗർഭം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം മറ്റൊരാളുമായി വിവാഹം കഴിക്കണം. ആ വിവാഹം കഴിച്ചാൽ മാത്രം പോരാ, അയാളുമായി ശാരീരിക ബന്ധം ഏർപ്പെടണം, കൺസ്യൂമേഷൻ നടക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിം സമുദായത്തിൽ പിറന്ന ഒരു സ്ത്രീയാണെന്നൊരു ബോധം മനുഷ്യനുണ്ടെങ്കിൽ, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് അവർക്ക് ചിന്തകളുണ്ട്, തലച്ചോറുണ്ട്, അവർക്ക് ആഗ്രഹങ്ങളുണ്ട്, അവർക്ക് നിലപാടുകളുണ്ട്.
ഭർത്താവ് ഒരു സ്ത്രീയെ ഞാൻ നിന്നെ തലാക്ക് ചൊല്ലി എന്ന് അബദ്ധത്തിൽ പറഞ്ഞു പോയാൽ തലാക്കായി 2 സാക്ഷികളുടെ മുമ്പാകെ. അങ്ങനെ തലാക്ക് ചൊല്ലപ്പെട്ടാൽ വീണ്ടും ആ സ്ത്രീക്ക് അയാളോടൊപ്പം വിവാഹം പുനഃസ്ഥാപിക്കണമെങ്കിൽ ആ സ്ത്രീ മറ്റൊരാളുടെ കൂടെ വിവാഹം കഴിച്ച് അയാളുടെ കൂടെ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട് അയാളെ തലാക്ക് ചൊല്ലി പിന്നെയും 3 മാസം കഴിഞ്ഞാൽ മാത്രമേ ആദ്യത്തെ ഭർത്താവായിട്ട് വിവാഹബന്ധം പാടുള്ളൂ. കുറ്റം ചെയ്തത് ആരാ? പുരുഷൻ. അനുഭവിക്കേണ്ട ആരാ? സ്ത്രീ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പ്രാകൃതമായ രീതിയെ സുപ്രീം കോടതിയിൽ ഇപ്പം ചോദ്യം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള വളരെ ഈസിയായി നടക്കാവുന്ന തലാക്കായിരുന്നു പുരുഷന്മാർക്കുണ്ടായിരുന്നത്. അതിനെയാണ് ഷമീമാറ കേസിൽ സുപ്രീം കോടതി ബ്രേക്ക് ഇട്ടത്. അങ്ങനെ ഈസിയായി നടത്താൻ കഴിയില്ല. അതിന് തുല്യമായ ഒരു അവകാശം ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ്, കണ്ണൂർക്കാരനാണ്, ഒരുപക്ഷെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ മുസ്ലിം പേഴ്സണൽ ലോനെ ഇത്ര മനോഹരമായി വ്യാഖ്യാനിച്ച ഒരു വിധിന്യായം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് അദ്ദേഹം കുല എന്ന അധികാരം മുസ്ലിം സ്ത്രീകൾക്ക് നൽകുന്നത്. ഈ കുലപ്രകാരം പക്ഷേ അതിന് ചില പ്രശ്നങ്ങളുണ്ട്. ഈ കുലപ്രകാരം വിവാഹമോചനത്തിന് മുമ്പ് മീഡിയേഷൻ, ഞാൻ നേരത്തെ തലാക്കൽ സൂചിപ്പിച്ചതുപോലെ ഇരു വീട്ടിലെയും മുതിർന്നവർ സംസാരിച്ചിരിക്കണം. മഹറും വിവാഹ സമയത്ത് അവർക്ക് ലഭിച്ച സമ്മാനങ്ങൾ തിരിച്ചു കൊടുക്കണം. മൂന്നാമത്തെ കണ്ടീഷൻ, അവർ ആ വിവാഹമോചനം ഞാൻ നടത്തിയതായി ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ വേണം. റിട്ടേൺ ഓഫ് മഹർ ആൻഡ് അതർ ഗിഫ്റ്റ് ആൻഡ് മീഡിയേഷൻ കൺസിലേഷൻ. ഈ 3 കണ്ടീഷൻ നടന്നാൽ അവർക്ക് ഈ തലാക്ക് ഡിക്ലെയർ ചെയ്യാം, കുല ഡിക്ലെയർ ചെയ്യാം. അത് മറ്റ് സമുദായത്തിലെ സ്ത്രീകൾക്ക് ഇല്ലാത്തൊരു പ്രിവിലേജാണ്. മറ്റ് സമുദായത്തിലെ സ്ത്രീകളോ മതവിശ്വാസമില്ലാത്ത സ്പെഷ്യൽ മാരേജ് പ്രകാരം വിവാഹം കഴിച്ചവർക്കോ അങ്ങനെ അവരുടെ അവകാശങ്ങൾക്ക് വിവാഹമോചനം ആവശ്യമാണെങ്കിൽ ഫാമിലി കോർട്ടിൽ നമ്മൾ ഡൈവോഴ്സ് കോപ്പി ഫയൽ ചെയ്യണം. മുസ്ലിം സ്ത്രീകൾക്ക് വിവാഹമോചനം കഴിഞ്ഞതിന് ശേഷം ആ വിവാഹമോചനം ഡിക്ലെയർ ചെയ്യാൻ കോപ്പി ഫയൽ ചെയ്താൽ മതി. ഇതാണ് മുസ്ലിം സ്ത്രീകൾക്കുള്ള ഒരു പ്രിവിലേജ്. മൂന്ന് തരത്തിലാണ് വിവാഹമോചനം എന്നുള്ളത്. 1 തലാക്ക്, 2 ഈ പറയും പോലെ സ്ത്രീകളുടെ താല്പര്യം എടുക്കുന്ന കുലാഫസ്ക്, മൂന്നാമത്തത് മുബാറയാണ്. മുബാറ 2 കൂട്ടരും തുല്യമായി തീരുമാനമെടുത്ത് ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ട് വിവാഹമോചനം നടത്തുന്നതാണ്. ഈ കുലപ്രകാരം വിവാഹമോചനം ലഭിച്ചാൽ ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ഒരു പുതിയ വിധിന്യായത്തിൽ പറയുന്നത് അവർക്ക് ജീവനാംശത്തിനുള്ള അവകാശമില്ല എന്നാണ്. അത് ഒരു ശരിയായ നിയമവ്യാഖ്യാനമല്ല എന്ന അഭിപ്രായമുള്ളൊരു അഭിഭാഷകനാണ് ഞാൻ. അതിനെതിരെ ചാലഞ്ച് ചെയ്യേണ്ടതുണ്ട്. അടുത്തൊരു ഘട്ടം വന്നാൽ ഹൈക്കോടതിയിൽ നമുക്ക് ആ വിധിന്യായത്തെ ചാലഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പം വിവാഹത്തിൻ്റെയും വിവാഹമോചനത്തിൻ്റെയും കാര്യത്തിൽ ഇന്ത്യയിലെ മറ്റ് സമുദായത്തിലെ സ്ത്രീകൾക്കോ അല്ലെങ്കിൽ മതരഹിതരായ മനുഷ്യർക്കോ ഉള്ള അവകാശങ്ങൾ മുസ്ലിം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ ജീവനാംശത്തിൻ്റെ കാര്യത്തിൽ മറ്റ് സമുദായത്തിലെ സ്ത്രീകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥ മുസ്ലിം സ്ത്രീകൾക്കുണ്ട്. ഈ ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് നമ്മുടെ കോടതികൾ വ്യാഖ്യാനിച്ച് എത്രമേൽ പുരോഗമനപരമാക്കാമെന്ന് ശ്രമിച്ചതിലൂടെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കിട്ടിയ ആനുകൂല്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. മുസ്ലിം സ്ത്രീകൾക്ക് ഭർത്താവിൽ നിന്ന് നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. ഷാഫി, ഹനഫി, അംബലി, മാലിക് പോലുള്ള സ്കൂളുകളിലെ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മുൻകാല ചെലവ് ലഭിക്കാൻ അർഹതയുണ്ട്. സ്വന്തമായ വരുമാനമുള്ള സ്ത്രീക്കും മുസ്ലിം പുരുഷന്മാർ നഫക്ക കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷേ അതിന് പറയുന്ന കണ്ടീഷൻസ് ഭർത്താവിന് അനുസരിക്കാത്തവർ കൊടുക്കേണ്ടതില്ല. കാരണമില്ലാതെ ഭർത്താവിന് വിട്ടുനിന്നവർ കൊടുക്കേണ്ടതില്ല. അനുസരണം എന്ന വാക്ക് ഭയങ്കര കുഴപ്പം പിടിച്ച വാക്കാണ്. കുടുംബജീവിതത്തിൽ തുല്യരായ 2 മനുഷ്യന്മാർ തമ്മിലുള്ള കരാറാണ്. നിർത്താൻ സമയം കുറച്ച് അധികം എടുക്കും, ക്ഷമിക്കണം. 2 തുല്യരായ മനുഷ്യന്മാർ തമ്മിലുള്ള വിവാഹമാണ് കരാറാണ് ആധുനിക സമൂഹത്തിൽ വിവാഹം എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യത്വ വിരുദ്ധമായ സംഗതിയാണ്. അനുസരണ അല്ലല്ലോ. അപ്പം മുസ്ലിം പേഴ്സണൽ ലോയിൽ നമ്മൾ ഭാര്യ മുൻകാല ചെലവിന് ലഭിക്കാൻ അല്ലെങ്കിൽ ചെലവ് ലഭിക്കാൻ ആവശ്യപ്പെട്ട ഭർത്താവ് എടുക്കുന്ന ഡിഫൻസ്, ഷീ ഈസ് എ ഡിസൊബീഡിയൻറ്റ് വൈഫ്. അത് പ്ലീഡിങ്സിൽ കാണാം. നിങ്ങൾ കോടതി രേഖകൾ പരിശോധിച്ച് നോക്കിയാൽ ഭർത്താവ് എടുക്കുന്ന അവർ ഡിസൊബീഡിയൻ്റായ അനുസരണയില്ലാത്ത സ്ത്രീക്ക് ഭർത്താവ് ചെലവിന് കൊടുക്കേണ്ടതില്ല. അത് മുസ്ലിം പേഴ്സണൽ ലോ പറയുന്ന കാര്യമാണ്. ഈ അനുസരണ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളുണ്ട്.
ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഭാര്യ വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല. ഭർത്താവിന് സമ്മതമില്ലാതെ ഭാര്യയുടെ ഉപ്പ മരിച്ചാൽ പോലും കാണാൻ പാടില്ല. ഭർത്താവിൻ്റെ സമ്മതം എന്ന് പറയുന്നത് അയാൾ ലൈംഗിക താല്പര്യം കാണിച്ചാൽ പ്രസവപ്പലയിലാണ് പോലും സമ്മതിച്ചു കൊടുക്കണം. ഇത് മനുഷ്യത്വ വിരുദ്ധമാണ്. ആധുനിക മനുഷ്യൻ്റെ കാഴ്ചപ്പാട് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തതാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ബാക്കിയുണ്ടായാൽ വിവാഹത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും മറ്റ് സമുദായങ്ങളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന തുല്യത മുസ്ലിം സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുള്ളത്. പിന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ദത്താണ്. മുസ്ലിം നിയമം നമ്മുടെ ദത്ത് അഡോപ്ഷൻ ഒരു നിലക്കും അംഗീകരിക്കാത്ത സമുദായമാണ്. പ്രവാചകൻ കർശനമായി വിലക്കിയതാണ്. എനിക്ക് തോന്നുന്ന ഒരു ആയത്ത് തന്നെ അന്യരുടെ മക്കളുടെ നിങ്ങളുടെ മക്കളാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മക്കളായില്ല എന്ന രീതിയിൽ പ്രവാചകൻ്റെയും വിശുദ്ധ ഖുർആൻ്റെയും വ്യാഖ്യാനങ്ങളുണ്ട്. എന്നാൽ ആധുനിക മനുഷ്യൻ മക്കള് പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത സ്ത്രീകളുണ്ട്, മക്കള് ശാരീരികമായ വൈകല്യങ്ങൾ കൊണ്ടില്ലാത്തവരുണ്ട്. എന്നാൽ മക്കളെ വളർത്തണമെന്നും അവരോടൊപ്പം ജീവിക്കണമെന്നും നമുക്ക് അടുത്ത തലമുറ വേണമെന്നും ആഗ്രഹിക്കുന്ന യഥേഷ്ടം മനുഷ്യർ മുസ്ലിം സമുദായത്തിൽ ജനിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ നമ്മുടെയൊക്കെ പ്രദേശങ്ങളിലുണ്ട്. അവർക്ക് ഈ മത ഉത്ബോധനം അവരുടെ തലയിൽ കയറിയേയില്ല. കാരണം അവർ ആധുനിക മനുഷ്യരാണ്, ആധുനിക സമൂഹത്തോട് ചേർന്ന് പോകുന്നവരാണ്. അവർക്ക് മക്കൾ വേണം. 5 നേരം നിസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന, ഹജ്ജിന് പോകുന്ന, സക്കാത്ത് കൊടുക്കുന്ന, ഇസ്ലാം കാര്യം ഈമാൻ കാര്യം പൂർണ്ണമായും ശരിയെന്ന് വിചാരിക്കുന്ന, അള്ളാഹുവിൻ്റെ കതിറാണ് എല്ലാ സംഗതി എന്ന് വിചാരിക്കുന്നവർ പോലും മക്കളില്ലെങ്കിൽ മക്കളെ ദത്തെടുക്കാൻ ഒരു മടിയും കാണിക്കാറില്ല. അപ്പോൾ മുസ്ലിം വ്യക്തി നിയമപ്രകാരം ദത്ത് അനുവദിക്കാൻ നമ്മുടെ കോടതിയിൽ കഴിയില്ല. ഫാമിലി കോടതിയും ആണിപ്പോൾ ദത്ത് കൊടുക്കുന്നത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ദത്തുമായി ബന്ധപ്പെട്ട്. 2014 സുപ്രീം കോടതി ഈ കാര്യത്തിൽ വലിയ ചർച്ച വന്നു. ഷബ്നം ഹാഷ്മി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ആക്ടിവിസ്റ്റ്, അവർ മുസ്ലിം സ്ത്രീയാണ്, അവരുടെ ഭർത്താവ് അഡ്വക്കേറ്റാണ് സുപ്രീം കോടതിയിൽ. സഫ്തർ ഹാഷ്മിയുടെ സഹോദരിയാണ്, ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്ത് കലാപത്തിൽപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. 2002 ഗുജറാത്ത് കലാപത്തിൽ അനാഥരാക്കപ്പെട്ട കുട്ടികളെ ദത്തെടുക്കാൻ തീരുമാനിച്ചപ്പോൾ കീഴ്ക്കോടതികളൊന്നും സമ്മതിച്ചില്ല. മുസ്ലിങ്ങൾക്ക് അത് അനുവദിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. 2014 ഷബ്നം ഹാഷ്മി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി പറഞ്ഞു, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ 2015 ആക്ട് പ്രകാരം ആണ് ദത്ത് ഇന്ത്യയിൽ അനുവദിക്കുന്നത്. ഇത് മുസ്ലിങ്ങൾക്കും ബാധകമാണ്. അങ്ങനെ ഷബ്നം ഹാഷ്മി കേസിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ദത്തെടുക്കാൻ അവകാശമുണ്ട് എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതോടുകൂടി ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് ദത്തിൻ്റെ കാര്യത്തിൽ ഇൻവാലിഡായി. പിന്നെ നമുക്ക് ബാക്കിയുള്ള 2 ഇഷ്യൂ എന്ന് പറയുന്നത്, ഒന്ന് മുസ്ലിം പുരുഷനുള്ള ബഹുഭാര്യത്വ അവകാശമാണ്. നമ്മൾ വളരെ ലളിതമായി നമ്മൾ പോളിഗമസ് ആണ്, എല്ലാ മനുഷ്യർക്കും ഒന്നിൽ കൂടുതൽ ഇണകളോട് താല്പര്യമുണ്ട് എന്നൊക്കെ നമുക്ക് പറയാം. നമുക്ക് വസ്തുതയായിരിക്കാം, സയൻറ്റിഫിക്കലി ശരിയായിരിക്കാം. പക്ഷേ ഒരു കുടുംബം എന്ന രീതിയിൽ ഒരു ഭാര്യയും ഭർത്താവും വിവാഹം കഴിച്ച് ജീവിക്കുന്ന സമയത്ത് ഭർത്താവിനോ ഭാര്യക്കോ ഒന്നിൽ കൂടുതൽ പങ്കാളികൾ ഉണ്ടാകുന്നത്, ഞാൻ വളരെ പെട്ടെന്ന് നിർത്താം, ഒന്നിൽ കൂടുതൽ പങ്കാളികൾ ഉണ്ടാകുന്നത് ഒരു നിലക്ക് നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറില്ല, പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ. അപ്പോൾ അത് ഭർത്താവിനെ മാത്രമായി പോളിഗമസ് കൂടുതൽ ഭാര്യമാരെ സൂക്ഷിക്കാനുള്ള അവകാശം അനുവദിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. പക്ഷേ മുസ്ലിം സ്ത്രീകൾ ഇപ്പം സലഫി പ്രീച്ചേഴ്സിൻ്റെ ഒക്കെ പ്രസംഗം അങ്ങനെ ചില്ലിലിട്ട മറ്റേ സംഗതിയൊക്കെ സ്വർഗത്തിൽ കിട്ടുന്ന, ഒന്നിൽ കൂടുതൽ ഭാര്യമാരെ സ്വീകരിക്കാൻ ഭർത്താക്കന്മാരെ സമ്മതിച്ചാൽ. ഇത് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമപ്രകാരം ഗാർഹിക പീഡന നിരോധന നിയമത്തിൽ പറയുന്ന പീഡനങ്ങളിൽ പ്രധാനപ്പെട്ട സംഗതി ഒന്ന് സ്ത്രീകൾക്ക് മാനസികമായ പീഡനം, ശാരീരികമായ പീഡനം, ലൈംഗികമായ പീഡനം, സാമ്പത്തികമായ പീഡനം, വൈകാരികമായ പീഡനം. ഈ പീഡനങ്ങൾ ഒരു ഭർത്താവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവരുടെ കൂടെ താമസിക്കുകയോ ഭാര്യയുടെ കൂടെ ഇയാൾ പോയി താമസിക്കുകയോ ചെയ്താൽ അത് എങ്ങനെയാണ് സ്ത്രീകൾക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുക? സെക്ഷൻ 18 ഓഫ് ഈ പ്രിവെൻഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരം എല്ലാ പീഡനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകാൻ മജിസ്ട്രേറ്റിന് അധികാരമുണ്ട്.
അങ്ങനെ ഒരു സ്ത്രീ എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ആ കല്യാണം തടയാൻ ഉത്തരവാദിത്വം നിലവിലുള്ള നിയമം അനുസരിച്ച് ഭർത്താവിനുണ്ട്. അതുകൊണ്ട് അത് ആ പുരുഷനുള്ള അവകാശത്തെ നിഷേധിക്കേണ്ടതുണ്ട്. പുതിയ BNS 82ാമത്തെ വകുപ്പാണെന്ന് എൻ്റെ ഓർമ്മയിൽ പറയുന്നത്. അത് പ്രകാരം മുസ്ലിം പുരുഷൻ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിൽ നിയമപരമായി തെറ്റില്ല. നേരത്തെ 494 IPC ആ ഇളവ് മുസ്ലിം പുരുഷന്മാർക്ക് കൊടുത്തിരുന്നു. അത് BJPയുടെ പുതിയ നിയമം വന്നപ്പോൾ അവകാശമുണ്ട്. അത് തടയപ്പെടേണ്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ടത്, ഞാൻ സമയം ഇനി 3 മിനിറ്റേ എനിക്കുള്ളൂ, അനുവദിച്ച സമയമുള്ളൂ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് അനന്തരാവകാശ സ്വത്താണ്. അനന്തരാവകാശ വിഹിതത്തിൽ പുരുഷനുള്ളതിൻ്റെ പകുതി അവകാശം മാത്രമേ സ്ത്രീകൾക്കുള്ളൂ. അത് അലിമാഷയുടെ ഇരിക്കുന്നുണ്ട്. അലിമാഷയുടെ പുസ്തകത്തിൽ 10-14 കാര്യങ്ങൾ വിശദമായി പറയുന്നുണ്ട്. ഞാനത് സമയമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മുസ്ലിം ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെങ്കിൽ ആൺകുട്ടിക്ക് കിട്ടുന്ന സ്വത്തിൻ്റെ പകുതിയെ പെൺകുട്ടിക്ക് കിട്ടും. ഇനി മുസ്ലിം സ്ത്രീകൾ പെൺകുട്ടികൾ മാത്രമുള്ള കുടുംബമാണ്. എനിക്ക് 3 പെൺകുട്ടികളാണ്. അവർക്ക് അവരുടെ സ്വത്തിൻ്റെ ഒറ്റ മോളാണെങ്കിൽ 50% ആ പെൺകുട്ടിക്ക് കിട്ടും. ഒറ്റ മോളാണെങ്കിൽ പൂർണ്ണമായി കിട്ടും. ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുണ്ടെങ്കിലും 3/2 അവകാശം ആ പെൺകുട്ടികൾക്ക് കിട്ടും. ബാക്കി ആ മരിച്ചയാളുടെ സഹോദരങ്ങൾക്കോ അവരുടെ സഹോദരങ്ങളിൽ അവരുടെ അടുത്ത സഹോദരൻ്റെ മക്കൾക്കൊക്കെയാണ് പോവുക. ഇത് ഇന്ത്യയിലെ മറ്റൊരു സമുദായത്തിലെ സ്ത്രീകൾക്കും ഇല്ലാത്ത വിവേചനമാണ്. ഇത് നമ്മുടെ മനുഷ്യാവകാശ ലംഘനമാണ്. ഹ്യൂമൻ റൈറ്റ് ഡിക്ലറേഷൻ്റെ വയലേഷനാണ്. നമ്മുടെ മൗലിക അവകാശ ലംഘനം ആർട്ടിക്കിൾ 14ൻ്റെയും 21ൻ്റെയും ലംഘനമാണ്. ആർട്ടിക്കിൾ 14, 15, 21ൻ്റെയും ലംഘനമാണ്. ഇതിനെതിരെ വ്യാപകമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആരും അത് പക്ഷേ നിർഭാഗ്യവശാൽ ഭരിക്കുന്നവർ ഈ മുസ്ലിം സമുദായത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി നിരന്തരം ആക്രമിക്കാൻ കാര്യങ്ങൾ തേടുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾ ഭരണം കൈയാളുമ്പോൾ പോലും ഈ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ അവർ മടിക്കുകയാണ്. പകരം എല്ലാ കാലത്തും ജനങ്ങൾക്കിടയിൽ മുസ്ലിം വെറുപ്പുണ്ടാക്കാൻ ഇതിനെ ഉപയോഗിക്കുകയാണ്. വളരെ നിസ്സാരമായ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ കൊണ്ട് തിരുത്താവുന്ന സംഗതിയാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ബാധകമാകുന്ന പിന്തുടർച്ചാവകാശ നിയമം ഇന്ത്യൻ സക്സഷൻ ആക്ട് എന്ന് ഗവൺമെൻറ് ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ, അല്ലെങ്കിൽ പാർലമെൻറ്റിൽ ഈ ഇന്ത്യൻ സക്സഷൻ ആക്ടിൽ മുസ്ലിങ്ങളെ ഒഴിവാക്കുന്ന വകുപ്പിൽ നിന്ന് അത് മാറ്റിയെടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിർഭാഗ്യവശാൽ ഈ ഭരിക്കുന്നവർ മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തി നിരന്തരം ഹിന്ദുത്വ ഭൂരിപക്ഷത്തിനിടയിലേക്ക് മുസ്ലിം വെറുപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ഇതൊരു ഉപാധിയായി ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം എനിക്ക് അനുവദിച്ച സമയം കഴിഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ, നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇതിനെ ഒരു ഉപാധി എന്ന നിലയിൽ നമുക്ക് നടത്താവുന്ന ഒരു കാര്യം, നേരത്തെ മുസ്ലിം വിവാഹം കഴിച്ച ആൾക്കാർ ഒരു 2 മിനിറ്റ് കൊണ്ട് നിർത്താം. ഇസ്ലാം മത ആചാരപ്രകാരം ഇസ്ലാം മതം വിശ്വസിച്ചുകൊണ്ട് അതിൽ ജീവിക്കുന്ന പെൺകുട്ടികൾ മാത്രമുള്ള രക്ഷിതാക്കൾക്ക് ചെയ്യാവുന്നൊരു ഉപാധി, മുസ്ലിം വിവാഹം നിലവിലുള്ള വിവാഹം നിലനിർത്തിക്കൊണ്ട് ആ വിവാഹ സർട്ടിഫിക്കറ്റുമായി നിങ്ങൾ ഏതെങ്കിലും അക്ഷയ സെൻറ്ററിൽ പോയി നമ്മുടെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ സൈറ്റ് പരിശോധിച്ചാൽ ഗവൺമെൻറ് ഓഫ് കേരള രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ മാരേജ് രജിസ്റ്റർ എന്നൊരു ലിങ്ക് ഉണ്ട്. ആ മാരേജ് രജിസ്റ്ററിൽ പോയി കഴിഞ്ഞാൽ സെക്ഷൻ 3, 4 പ്രകാരവും 15 പ്രകാരവും മാരേജ് രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് കാണാം. 15 അടിച്ചാൽ ഒരു 7 ചോദ്യങ്ങൾ വരും. ആ ചോദ്യം ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഫോട്ടോ ഒട്ടിച്ച് രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 30 ദിവസത്തിന് ശേഷം ഒരു ഡേറ്റ് കിട്ടും. ആ ഡേറ്റ് പ്രകാരം SMA 15 പ്രകാരം നിങ്ങൾക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാധകമാകുന്ന പിന്തുടർച്ച അവകാശ നിയമം SMA 21 കൃത്യമായി പറയുന്നുണ്ട്. ഇന്ത്യൻ പിന്തുടർച്ച അവകാശ നിയമമാണ് ബാധകമാകുക. ആ ഇന്ത്യൻ പിന്തുടർച്ച അവകാശ നിയമത്തിൽ നിങ്ങൾക്ക് സ്വത്ത് ഇഷ്ടം പോലെ നിങ്ങൾക്ക് എഴുതി വെക്കാം. നിങ്ങളുടെ പെൺകുട്ടികളുടെ സ്വത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ പെൺകുട്ടികൾക്ക് നിങ്ങൾ മരണപ്പെട്ടാൽ സ്വത്ത് എന്ന് പറയുന്ന ഭൂമി മാത്രമല്ല, സിം കാർഡ്, ടെലിഫോൺ, നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ്, ബാങ്ക് അക്കൗണ്ട്, നമ്മുടെ പുസ്തകങ്ങൾ, പേന, ചെരുപ്പ്, വാച്ച്, കാറ്, ഇളകുന്നതും ഇളകാത്തതുമായ എല്ലാ വസ്തുക്കളും നമ്മൾ മരണപ്പെട്ടതോടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയാണ്. അത് ഭൂസ്വത്തുക്കൾ മാത്രമല്ല, നിങ്ങളെ പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിലെ ഒരു ബൾബ് ഊരാൻ നിങ്ങളുടെ സഹോദരന്മാർ കോടതിയിൽ പോയി ഇഞ്ചക്ഷൻ അപേക്ഷ കൊടുത്താൽ ബൾബ് ഊരാൻ പോലും നിങ്ങളുടെ മക്കൾക്ക് കഴിയില്ല. അങ്ങനെ വടകര കോടതിയിൽ പോലും അങ്ങനത്തെ ഒരു കേസ് നിലവിലുണ്ട്. ഞാൻ ആ കേസിൽ ഹാജരാകുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ സ്നേഹിക്കുന്നവർ, അടുത്ത തലമുറയെ സ്നേഹിക്കുന്നവർ, നിങ്ങളുടെ മക്കൾക്ക് ഇന്ത്യയിലെ മറ്റെല്ലാ പൗരന്മാരെ പോലെയുള്ള പൗരാവകാശമുള്ളവരാണ് എന്ന ബോധമുണ്ടെങ്കിൽ
ഇന്ത്യയിലെ ഡിസ്ക്രിമിനേഷൻ, ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെപ്പാലും തുല്യ അവകാശങ്ങളുള്ള മനുഷ്യരാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ SMA പ്രകാരം നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് തുല്യതയ്ക്കുള്ള ഒരു ഉപാധി മാത്രമാണ്. എന്നാൽ വിവാഹമോചനം നടത്തിയവർക്ക് അത് സാധിക്കില്ല. അതുപോലെ തന്നെ ഭർത്താവോ ഭാര്യയോ മരിച്ചവർക്കും അത് സാധിക്കില്ല. അവർക്കുള്ള പോംവഴി നിയമനിർമ്മാണമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയോട് ഞങ്ങൾക്കുള്ള അപേക്ഷ, ഇന്ത്യൻ സക്സഷൻ ആക്ട് മുസ്ലിങ്ങൾ കൂടി ബാധകമാക്കാനുള്ള നിയമനിർമ്മാണം നടത്താൻ നിങ്ങൾ തയ്യാറാകേണ്ടത് മാത്രമാണ്. എനിക്ക് അവസരം തന്നതിൽ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് 2 മിനിറ്റ് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. ക്ഷമിക്കേണ്ട വാക്കുകൾ ഉപസംഹരിക്കുകയും ചെയ്യും. എൻ്റെ ഒരു സംശയമാണ്. അതായത് പെൺകുട്ടികൾ മാത്രമുള്ള ഒരു ദമ്പതികൾ അവർ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ വിവാഹം രജിസ്റ്റർ ചെയ്തു. പിന്നെ അദ്ദേഹം മരണപ്പെട്ടു. ആ സമയത്ത് ഇന്ത്യൻ സക്സഷൻ ആക്ട് പ്രകാരം മുഴുവൻ ലഭിക്കേണ്ടത് മക്കൾക്ക് തന്നെയാണ്. പക്ഷേ ഈ മരിച്ച ആളുടെ സഹോദരന്മാർ കോടതിയിൽ വാദിക്കുകയാണ്. അതൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾക്ക് ശരീഅത്ത് നിയമമാണ് ബാധകം എന്ന രീതിയിൽ വാദിച്ചാൽ അത് പ്രതികൂലമായ റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ല, സാധ്യതയില്ല. കേരള ഹൈക്കോടതി 2015 2024 സെപ്റ്റംബർ മാസം പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ എനിക്ക് തോന്നുന്നു കേസിൻ്റെ പേര് ആദം വേഴ്സസ് മുഹമ്മദ് എന്ന കേസ്, മുഹമ്മദ് എന്ന കേസ് കോഴിക്കോട് നിന്ന് പോയൊരു കേസാണ്. ആ കേസിൽ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കൃത്യമായി പറയുന്നുണ്ട്, ഈ SMA പ്രകാരം വിവാഹം കഴിഞ്ഞവരുടെ പിന്തുടർച്ചാ അവകാശം അത് മാത്രമാണ്. പുറത്തുള്ളവർക്ക് അതിൽ അവകാശം വരുന്നത് ശരീഅത്ത് അവർക്ക് അപ്ലിക്കബിൾ ആകുമ്പോഴാണ്. സാറ് സുലൈമാൻ മാഷ് പറഞ്ഞത് പുറത്തുള്ളവർക്ക് അവകാശം വരുന്നത് മക്കളോ ഭാര്യയോ ഇല്ലാത്തൊരു ഘട്ടത്തിലാണ്. മക്കൾക്കും ഭാര്യയ്ക്കും ബാധകമാകുന്ന നിയമം ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് അല്ല, മറിച്ച് ഇന്ത്യൻ സക്സഷൻ ആക്റ്റാണ്. കേരള ഹൈക്കോടതി 2025 5 KLT പേജ് 505 ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. സൈറ്റേഷൻ നോക്കിയാൽ മതി. കേസിൻ്റെ പേര് ആദം വേഴ്സസ് മുഹമ്മദ് എന്നാണ്. കോഴിക്കോട് നിന്ന് പോയൊരു കേസാണ്. കൃത്യമായി കേരള ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഞാനും ഒരു റിട്ട് ഈ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. എൻ്റെ 2023 മാർച്ച് 8 ഞാനും പാർട്ട്ണറും അങ്ങനെ ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് വലിയ തോതിൽ അന്ന് വക്കീലന്മാരായ ചില മുസ്ലിം വക്കീലന്മാർ അത് ഞാൻ കബളിപ്പിക്കുകയാണ്, വസ്തുതാപരമല്ലാതെ അവർ വലിയ ലേഖനമൊക്കെ എഴുതിയിരുന്നു. അലിമാഷക്കാന് വിശദമായി മറുപടി എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം എനിക്ക് തോന്നുന്നു കേരളത്തിൽ DGP ആയിരുന്ന ഒരാൾ വലിയ വക്കീൽ സുപ്രഭാതത്തിൽ ലേഖനം എഴുതിയിരുന്നു, ഞാൻ കബളിപ്പിക്കുകയാണ് സമൂഹത്തിൽ. വാസ്തവത്തിൽ അതല്ല. കേരള ഹൈക്കോടതി വളരെ റീസെൻ്റായിട്ട് കൃത്യമായി ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ശരീഅത്ത് അപ്ലിക്കേഷൻ ആക്ട് ബാധകമല്ലാത്ത കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വെറുതെ ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇന്നലെ മലപ്പുറത്ത് ഒരാൾ എന്നെ വിളിച്ച് പറഞ്ഞത് അവിടെ രജിസ്റ്റർ ഓഫീസിലൊരു മുസ്ലിം ഓഫീസറാണ് രജിസ്ട്രാർ. ഇവർ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയപ്പോൾ അയാൾ സമ്മതിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥർ അയാൾ ഡ്യൂട്ടി നിർവഹിച്ചാൽ മതി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, വക്കീലന്മാരുണ്ട്, മുസ്ലിം വക്കീലന്മാർ. എല്ലാ മുസ്ലിം വക്കീലന്മാരും അല്ല, പലരും പ്രത്യേകിച്ച് ഭയങ്കരമായ ഈ ഇസ്ലാമിക സ്പിരിറ്റ് ഉണ്ടെന്ന് അവർ വിചാരിക്കുന്ന മറ്റു പല കാര്യത്തിലും ഉണ്ടാവണമെന്നില്ല. ഈ സ്വത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. ഇപ്പം നമ്മളിപ്പം അലിമാഷ് ഉള്ള സമയത്ത് പറയാൻ പേടിയുണ്ട്. ഇപ്പം ശരീഅത്തിൽ വ്യഭിചരിച്ചാൽ ചാട്ടവാറ കൊണ്ട് അടിക്കണം, കട്ട കൈവെട്ടണം. എന്നാൽ നമ്മുടെ നാട്ടിലതുണ്ടോ? ഇന്ത്യൻ ശിക്ഷാ നിയമം അതിൽ വന്നില്ല. ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? അപ്പം ഖുർആനിലുള്ള പല നിയമങ്ങൾ നമ്മൾ മാറ്റുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഖുർആനിൽ പോലെ അലിമാഷവാദത്തിൽ അദ്ദേഹത്തിന് അത്ര ഖുർആൻ പാണ്ഡിത്യം എനിക്കില്ലാത്തതുകൊണ്ട് അലിമാഷവാദത്തിൽ ഖുർആൻ അങ്ങനെ വ്യാഖ്യാനം ഇല്ലാന്ന് അദ്ദേഹം പറയുന്നത് ഒരു മോളായാലും മുഴുവൻ സ്വത്തും ഖുർആൻ പ്രകാരം തന്നെ മുസ്ലിങ്ങൾക്ക് ലഭിക്കണം എന്നാണ്. അപ്പം ഞാനൊരു ഖുർആൻ പണ്ഡിതൻ അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം പറയാത്തത്.